എക്സ്ക്യൂസ് മീ, ഐ ആം കിട്ടുണ്ണി, പാറുണ്ണിയുടെ അനുജന. ഒരു കരടിയെ ഇവിടെ ചികിത്സിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ സിസ്റ്ററെ? ഇത് മെന്റൽ ഹോസ്പിറ്റൽ അല്ല, താൻ പോടോ. ഈ ഏരിയയിലെ പെമ്പിള്ളാർക്ക് ആണുങ്ങളോട് തീരെ റെസ്പെക്ട് ഇല്ലേ? അതെ, ഞാൻ സിസ്റ്റർ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. താടി വെച്ച ജന്തുവിനെ പിടിച്ച കരടി എവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടുന്ന് മുങ്ങുന്നതാണ് ബുദ്ധി. അവനെന്താ നമ്മളോട് പോയത്? എന്നാ ഇവനെ വിടാം, അവനെ പിടിക്കാം. ഇതെന്താ എന്റെ കൂടെ ഇതൊന്ന് പിടിക്കേ. അയ്യോ അയ്യോ, ആരെങ്കിലും പൊട്ട പോലെ. അയ്യോ മുന്തിരട്ടാ, ഹലോ, ഇത് ഞാനാ മണിയേട്ടൻ. എവിടുന്നാ? അതൊക്കെ പിന്നെ പറയും, ഇപ്പൊ സമയമില്ല. ഇന്ന് രാത്രി ഞാൻ അവിടെ വരും, കാത്തിരിക്കണം. ഏത് സമയം വലിയൊരു ആക്രമണം ഉണ്ടാകും. ആ പെട്ടി ഓട്ടോറിക്ഷക്കാരനെ കരടി നിന്ന് തിന്നും, ഉറപ്പാ. എന്താ നിങ്ങൾ ആകെ ഒരു ടെൻഷൻ? നാട് മൊത്തം ഇപ്പൊ അതിന്റെ പിന്നാലെ അല്ലേ. ഇന്നത് പട്ടാപ്പകൽ ആശുപത്രിയിലും കയറിയെന്നു. ഏതിന്റെ കാര്യം ഞങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ അതെല്ലാവർക്കും ഒരു തമാശയാണല്ലോ. ഇനി അതെന്നെ കൊണ്ട് തന്നെ പറയിച്ച് അടങ്ങുമെങ്കിൽ പറയാം. കരടിയുടെ കാര്യം തന്നെയാ. തന്തയായി പോയി. അല്ലെങ്കിൽ ഞാൻ ഇതിനെ അപ്പുറത്തേക്കൊന്ന് കെട്ടിയെടുക്കാൻ ഇവിടെ ആരുമില്ലേ? ആ വേട്ടക്കാരനെ കൊണ്ടുവന്നിട്ട് വല്ല പ്രയോജനം? അയാള് മനുഷ്യനെ കൊല്ലില്ലല്ലോ, അല്ലെങ്കിൽ നോക്കായിരുന്നു ഇതിനെ കൂടെ അങ്ങ് തട്ടിക്കളയാൻ. ഞാൻ കരടിയുടെ കാര്യം ഉദ്ദേശിച്ചത്. അവൻ നിന്നെയാ ഉദ്ദേശിച്ചതെന്ന്. ഒന്ന് പോയി തരാമോ? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇപ്പൊ വന്നത്. കരടിയെ പിടിച്ച് കൂട്ടിലടയ്ക്കാത്തടത്തോളം കാലം മണിയണ്ടൻ ഇവിടെ പൊങ്ങില്ല. അഥവാ വന്നാൽ നാട്ടിൽ ഇത്രയും അക്രമം ഉണ്ടാക്കിയ കരടിയെ തുറന്നുവിട്ട കുറ്റത്തിന് അങ്കിൾ അവന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കാം, പിടിച്ചകത്തിടാം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം കരടിയെ വെടിവെക്കണ്ടെന്ന് വേട്ടക്കാരനോട് പറയുക. കരടി നാട്ടിൽ 1-2 പേരെ തട്ടട്ടെ, അപ്പോഴേക്കും പ്രശ്നം രൂക്ഷമാവും. ഏത് കാലം മറന്നുപോയി. ശിവപെരുമാൾ ഒരു കഥയിൽ കരിവീര കാമുകനായില്ലേ. പശുപതിക്കും പാർവതിക്കും ഗജമുഖനുണ്ണി പിറന്നില്ലേ. മനസ്സറിഞ്ഞൊരു മിടിക്ക് നീ മടിച്ചു നിൽക്കാതടുത്തുവാ. കരടിയല്ല ഞാൻ കടുവയല്ല ഞാൻ കരളുതന്നൊരു കാമുകൻ. ശിവപെരുമാൾ ഒരു കഥയിൽ കരിവീര കാമുകനായില്ലേ. ഭയമിനി അരുതരുതരുതേ.
പമ്പമേളം പാണ്ടിമേളം വേണം, 7 നില പന്തലും വേണം. ഉത്തരിച്ചോറുണ്ട്, പായസമേഴുണ്ട്, ചക്കരയുപ്പരി, പപ്പടം, പാലട, മിന്നുകെട്ടിന് ചന്ദനക്കോടിയുണ്ടേ. വരമഞ്ഞളാടിവാ മണവാട്ടിയായി. ആ കളിച്ചിരിയും പരിഭവവും വേണം, അതിനൊടുവിൽ എന്നും പുന്നാരം. തെറ്റുതിരുത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തിരിഞ്ഞങ്ങനെ മുട്ടിക്കിടക്കുമ്പോൾ കള്ളി നിനക്കും കഷ്ടം തോന്നേണം. പുതുമോടി കഴിഞ്ഞാൽ പലഹാരമൊഴിഞ്ഞാൽ കണ്ണന്റെ തിരുമുൻപിൽ ചോണ്. ശിവപെരുമാൾ ഒരു കഥയിൽ കരിവീര കാമുകനായി. പശുപതിക്കും പാർവതിക്കും ഗജമുഖനുണ്ണി പിറന്നില്ലേ. ആ മനസ്സറിഞ്ഞൊരു മിടിക്ക് നീ മടിച്ചു നിൽക്കാതടുത്തുവാ. കരടിയല്ല ഞാൻ കടുവയല്ല ഞാൻ കരളു തന്നൊരു കാമുകൻ. ശിവപെരുമാൾ ഒരു കഥയിൽ കരിവീര കാമുകനായില്ലേ. ഭയമിനി അരുതരുതരുതരുതരുതരുതരുതേ തനന്ന തന്നാന്ന. നീ യഥാർത്ഥ കരടിയെ കണ്ടിട്ടുണ്ടോ? കാഴ്ച ബംഗ്ലാവിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ മേക്കപ്പ് ഒറിജിനലാന്ന് എനിക്ക് തോന്നുന്നില്ല. സൂക്ഷിച്ചു നോക്കിയാൽ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. അത് ഞാനാണ് ഇതിനുള്ളിൽ നിന്ന് നിനക്ക് അറിയാവുന്നോണ്ട് തോന്നണതാ. ശരിക്കും കരടി ഇങ്ങനെ തന്നെയാ. ഇനി ഇത് അഴിച്ചെടുക്കുന്ന എങ്ങനെയാ? എന്തിനാ അഴിക്കണ്? ഞാൻ ഇനി അഴിക്കണില്ല. ഇതേ കോലത്തിൽ തന്നെ നിന്നെ കെട്ടും. എന്നിട്ട് നമുക്കുണ്ടാവും 3-4 കരടിക്കുട്ടികൾ. അയ്യേ, എന്തേ? എനിക്ക് വേണ്ട. ഡേ ചേട്ടാ, ഇത് ഉടനെ അഴിച്ചില്ലെങ്കിലേ നാട്ടിൽ നടക്കുന്ന സകല അനിഷ്ട സംഭവങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. അയ്യോ, ഒരു മണ്ടത്തരത്തിന് ചെയ്തു പോയ ബുദ്ധിയാ. ഇനി ഇത് അഴിക്കാനേ ഒരാള് വിചാരിച്ചാലേ നടക്കൂ. നമ്മുടെ മേക്കപ്പ് മാൻ സുന്ദരൻ. അയാൾക്കാണെങ്കിൽ ആശുപത്രിയിൽ ഇറങ്ങാൻ നേരമില്ല. അഥവാ അയാൾ എന്നെ കണ്ടാലോ അപ്പൊ ബോധം കെട്ട് വീഴും. ജീവിതം കട്ടപ്പൊയ്യാവുന്നതിന് മുമ്പ് ഇത് അഴിക്കാനുള്ള റിമൂവർ തട്ടിയെടുക്കണം. ആ സുന്ദരൻ അറുപ്പുകാരുടെ വീട് ഞാനൊന്ന് റൈഡ് എടുത്ത് നോക്കട്ടെ. അയ്യേ, പശുവിന് ചാണിടാൻ കണ്ട സ്ഥലം അലും വൃത്തികേടാക്കി. ആരെങ്കിലും ഉണ്ടോ? എവിടെ കൊണ്ടുവച്ചേക്കണ അയാളത്? ആ, ഇതാണോ? ഈ പാട്ടല്ല, ഇതെന്ത് ആക്ടോള്? ആശുപത്രിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് എന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ മനസ്സിനെന്തോ ഒരു കുളിർമ. സാറെ സൂക്ഷിക്കണം, ആ കരടി ഇനിയും പിടിച്ചിട്ടില്ല. ആ കരടിയെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ഞാനിനി വീട് വിട്ട് പുറത്തിറങ്ങണ പ്രശ്നമല്ല. ഇവിടെ ആരോ കേറി